മാഷേ, കുറുപ്പ് സാർ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു, ഒന്ന് വരണം സാർ. ഇപ്പൊ സൗകര്യപ്പെടില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വരാന്ന് പറയാൻ എന്നോട്. സുധിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ സാർ. മാഷേ, ശ്വാസം വിട്ടോട്ടെ. ആ, ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ പോയി ബാസ്കറ്റ്ബോൾ കളിച്ചു. ഫയലും കമ്പ്യൂട്ടറും തന്റെ മേഡത്തിനൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കോൺഫറൻസ് എന്ന് പറഞ്ഞ തേരെ പറ നടന്നാ മതിയല്ലോ. ശ്രീദേവി മാഡം ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്ന് പറഞ്ഞത്. ഓ മേഡം, സാറെന്ന് അന്വേഷിച്ചത്? എവിടെയാണോ തന്റെ ഫ്രണ്ട്? ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് തോന്നിയ പോലെ ലീവ് എടുക്കാൻ ഇത് അവന്റെ അച്ഛന്റെ സ്ഥാപനമാണോ? ഇത് നമ്മുടെ ആരുടെ അപ്പന്റെ സ്ഥാപനം അല്ലല്ലോ സാറേ. വിജയ് ബാബു സാർ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാൻ പോകുന്നു. സർട്ടിഫിക്കേഷൻ പ്രോസസ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഏത് വിജയ് ബാബു? ഓ എടോ, തന്നെയൊക്കെ ഈ സ്കൂളിന്റെ ഓണർ. സാറ് വന്നോട്ടെ. ഞങ്ങൾ ആരും സാറിനെ കണ്ടിട്ട് പോലുമില്ല. ഒന്ന് പരിചയപ്പെടാമല്ലോ. അതിനെന്തിനാ സാറ് കിടന്ന് വെപ്രാളപ്പെടുന്നേ? ഈ അക്കൗണ്ടിൽ 100 മിസ്മാച്ച് ഉണ്ട്. സാറ് വരുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യണ്ടേ? നീ അവനെ വിളിക്കേ. നാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറ. സാറേ, സുധി പാവ. സാറിനെ പേടിയാ. സാർ പറയുന്നൊക്കെ അവൻ ചെയ്യും. ചെയ്യാൻ അവൻ അറിയുകയും ചെയ്യാം. അതിന് എന്ന് കരുതി വീട്ടിലെ ജോലിക്കാരോട് പെരുമാറുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. അക്കൗണ്ട് മിസ്മാച്ച് ആവുന്നത് എങ്ങനെയാണെന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം സാറേ. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് രാവും പകലും ഇല്ലാതെ സാറിന് വേണ്ടി ഒരു പട്ടിയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാവൻ. ഇപ്പൊ അവന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പം അതിൻ്റെ ഒരു നന്ദി വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ഓർമ്മയെങ്കിലും വേണം സാറേ. എന്നാലേ നമ്മളൊക്കെ മനുഷ്യന്മാരാവും. ഗ്രേഗൺ സ്കൂളിൽ നിന്ന് വിളിച്ചേർന്നു. ഇനിയും സ്കൂളിലെ ലീവ് നീട്ടിയ പ്രശ്നമാവുന്നാ പറഞ്ഞേ. പ്രശ്നമാവട്ടെ, എനിക്ക് വയ്യച്ച. മോനെ, ഇത്തരം അവസ്ഥകൾ ജീവിതത്തിലുണ്ടാവുമ്പോൾ നമ്മളെപ്പോഴുള്ളവർക്ക് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ ഒരവകാശമില്ല. അതൊക്കെ പറ്റും ഒരുപാട് പണവും ബിസിനസ്സും സൗകര്യമൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാർക്ക്. അച്ഛന് അങ്ങനെ വലിയൊരാളാവാൻ പറ്റില്ല. അതില് എനിക്കൊരു സങ്കടം ഇല്ലേനും. പക്ഷേ നിന്റെ അച്ഛൻ തെറ്റായിട്ട് ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ നന്മ എൻ്റെ കുട്ടിക്കുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛനത് തീർച്ചയാ. പുറത്തിറങ്ങിയ നൂറ് ചോദ്യങ്ങളെല്ലാവരും. പുറത്തിറങ്ങണം. ചോദിക്കുന്നവരോട് അറിയാവുന്ന മറുപടി പറയണം. അതാ വേണ്ടേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു ചങ്കൂറ്റേ. അവള് പറ്റിച്ചിട്ട് ബോംബെക്ക് തിരിച്ചു പോയാ സുധിയെ. ബോംബെയിൽ മുഴുവൻ റെഡ് സ്ട്രീറ്റ് അല്ലേ, വെറുതെ അല്ല. നീ ഇങ്ങ് വന്നേ സുധിയെ, ഒരു കാര്യം ചോദിക്കട്ടെ. ആ വാടാ, ഞങ്ങളൊന്നും അന്യന്മാരല്ലോ. കുറിച്ചു വെച്ചോട്ടെ. കൊറേ നാളെ കുറിച്ച് വെച്ച് തുടങ്ങിയിട്ട് കേട്ടോ ഡോക്ടറെ. ഓവ് അതെ, ഞാൻ തന്നെ മരുന്നൊക്കെ താൻ റെഗുലർ ആയിട്ട് കഴിക്കുന്നില്ലേ? ഓ പിന്നെ, എന്നിട്ട് വേണം എന്റെ ഉള്ള ബോധം കൂടി പോവാൻ. താങ്ക് യു. ആ, താനിവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ കുറച്ച് ബീഫ് കൊണ്ടൊന്ന് വിൽക്കാൻ വെക്കണം, എന്നാലും അവനൊക്കെ നേരെയാവുള്ളൂ. എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? ഞാൻ പല്ലും കൂടി തേച്ചിട്ടില്ല. ശരി, വാ വാ. കോൺസെൻട്രേഷൻ. ഒരുപാട് നാളായിട്ട് താനിവിടെ വരുന്നത്. പലരും പലതും പറയും. അതൊന്നും ശ്രദ്ധിക്കാതെ താൻ തൻ്റെ ജോലിയിൽ മുഴുകുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഏയ്, ഇതിന് ഫീസൊന്നും വേണ്ട. ഇതൊരു കൗൺസിലിംഗ് ആയി കണക്കാക്കുകയും വേണ്ട. ഒരു ഫ്രണ്ട്ലി ടോക്ക്. ഇന്ന് ഡോക്ടറെ കൊണ്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായത്.